അയ്യപ്പൻ കോവിലിൽ പുറമ്പോക്കിൽ താമസിക്കുന്ന 3 കുടുംബങ്ങളെ ഒഴിപ്പിക്കുവാൻ നിയമപരമായ നടപടി സ്വീകരിക്കുവാൻ കോടതി നിർദ്ദേശം. വീട് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറമ്പോക്കിൽ താമസിക്കുന്നവർ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതി നിർദ്ദേശം ഉണ്ടായത്. KRFE എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം വീടൊഴിഞ്ഞു പോകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ടും കേരള ലാൻഡ് കൺവെൻസി ആക്ടും ഉൾപ്പെടുത്തിയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അയ്യപ്പൻകോവിൽ വില്ലേജ് പടിയിൽ താമസിക്കുന്ന 3 കുടുംബങ്ങൾക്കാണ് KRFE എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി നോട്ടീസ് നൽകിയത്. 2 കുടുംബങ്ങൾ നോട്ടീസ് കൈപ്പറ്റുകയും ഒരു വീട്ടിൽ ആളില്ലാത്തതിനാൽ നോട്ടീസ് വീട്ടിൽ പതിക്കുകയും ചെയ്തു. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് വീതി കൂട്ടാൻ എത്തിയപ്പോഴാണ് പ്രശ്നം ഉടലെടുത്തത്. പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ വീതി കൂട്ടുന്നതിനെ എതിർക്കുകയും ഇവിടെ നിന്ന് മാറാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസണും ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് പരാതി നൽകിയത്. ഇവരുടെ പരാതിയിൽ റവന്യൂ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കോടതിയിൽ വിശദീകരണവും രേഖകളും ഹാജരാക്കി. ഇതേ തുടർന്നാണ് കോടതി നിർദ്ദേശം ഉണ്ടായത്. വരുന്ന 17-ന് ജയ്മോൾ ജോൺസൺ കോടതിയിൽ ഹാജരാകാനിരിക്കെയാണ് കോടതി നിർദ്ദേശപ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത്. പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കാണ് പഞ്ചായത്ത് ഭൂമി നൽകുകയും വീട് വയ്ക്കാൻ പണം അനുവദിക്കുകയും ചെയ്തത്. ഇതിൽ ചിലരുടെ വീടുകൾ പല കാരണങ്ങളായാലും പൂർത്തിയായില്ല. കുഞ്ഞു കുട്ടികളുമായാണ് ഇവിടെ ഓരോ കുടുംബങ്ങളും താമസിക്കുന്നത്. ഇവർക്ക് കൂടുതൽ സമയം വേണമെന്നാണ് ഇവർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ വീടിന് പണം അനുവദിച്ച് വീട് പൂർത്തിയാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വീട് പൂർത്തിയാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും സാമ്പത്തിക അവസ്ഥ മോശമാണെന്ന് അറിയിച്ച് വീട് പണി പൂർത്തിയാക്കിയില്ല. പുറമ്പോക്കിൽ താമസിക്കുന്ന 4 കുടുംബങ്ങളെ ഒഴിപ്പിച്ചില്ലെങ്കിൽ വില്ലേജ് പടി ഭാഗത്ത് മലയോര ഹൈവേയുടെ നിർമ്മാണം മുടങ്ങുന്ന അവസ്ഥയിലാണ്. അതിനാൽ ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ടും കേരള ലാൻഡ് കൺവെൻസി ആക്ടും ഉൾപ്പെടുത്തിയാണ് ഈ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. KRFE ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകാൻ നടപടി സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, അയ്യപ്പൻകോവിൽ.